അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാട്ടിൽ അറിയപ്പെട്ട ഒരാളാണ് അബ്ബാസ് ഹാജി. അബ്ബാസ് ഹാജിയുടെ പ്രിയപ്പെട്ട മോളാണ് ഫിദ മോൾ. നല്ല സുന്ദരിയാളെ മോളാണ്. ഒരുപാട് വിദ്യാഭ്യാസം പഠിപ്പിച്ച് മോൾ MBBS പാസ്സായി ഇപ്പോൾ ഒരു ഡോക്ടറായ മോൾ. വിവാഹം പ്രായമെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട ഫിദ മോൾ. ഫിദ മോളെ കണ്ടാൽ ആരും കൊതിച്ചു പോകും. അത്രയും സൗന്ദര്യത്തിൻ്റെ നിറകുടമായിരുന്നു ഫിദ. വിവാഹത്തിന് വേണ്ടി ഒരുപാട് കുടുംബങ്ങൾ ആ വീട്ടിലേക്ക് വന്നു. എല്ലാവർക്കും ഫിദ മോളെ വലിയ ഇഷ്ടമാണ്. അവളുടെ സൗന്ദര്യം എല്ലാം. എന്നാൽ ഈ ഫിദാക്ക് ഒരാളും അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. എന്തെങ്കിലും വരുന്ന പുരുഷന്മാരുടെ ന്യൂനതകൾ പറഞ്ഞ് ആ വിവാഹം മുടക്കും. അബ്ബാസ് ഹാജിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത് തൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് അതിലൊരു കുഞ്ഞിനെ ഞാൻ കണ്ടങ്ങ് കണ്ണടച്ചാൽ മതിയെന്നാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിവാഹം ആലോചനകൾ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഫിദ അങ്ങ് മുടക്കും. ഫിദയെ വന്നവർക്കെല്ലാവർക്കും കണ്ടപ്പാട് ഇഷ്ടപ്പെടും. ആ കുടുംബവും ആ തറവാട്ടെല്ലാം വലിയ ഇഷ്ടമാണ്. ആ കുടുംബത്തിൻ്റെ ആഗ്രഹം സഫലമാകാതിരിക്കുമ്പോൾ അബ്ബാസ് ഹാജിയുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ട്. മകളോടുള്ള ആ വല്ലാത്ത ഒരു സ്നേഹം കൊണ്ട് മകൾ ചെയ്യുന്നത് അങ്ങ് പെട്ടെന്ന് വിമർശിക്കാനോ ഒന്നും ആ പ്രിയപ്പെട്ട പിതാവിന് സാധിക്കുന്നില്ല. ഒരു ദിവസം ഒരു നല്ല ഡോക്ടറായ ഒരു നല്ല ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനുമായി ആ കുടുംബം വിവാഹം ആലോചന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ വിവാഹത്തിൽ വലിയ സന്തോഷകരമായ, കാരണം നല്ല സുമുഖനായ ചെറുപ്പക്കാരനാണ്. എല്ലാവരും പറഞ്ഞു ഫിദ ഏതായാലും ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടും, ഒന്ന് നമുക്ക് അന്വേഷിച്ചു നോക്കാം. പലരും അബ്ബാസ് ഹാജിയോട് പറഞ്ഞു. അങ്ങനെ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി അബ്ബാസ് ഹാജി സ്വന്തമായ ഒരു ആശുപത്രിയെല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. കണ്ടപാട് അബ്ബാസ് ഹാജിയുടെ മനസ്സിൽ തോന്നി, ഏതായാലും ഈ ചെറുപ്പക്കാരനെ എൻ്റെ മകൾക്ക് വല്ലാത്ത ഇഷ്ടമാകും. കാണാൻ നല്ല സുന്ദരനുമാണ്, നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്, വല്ലാത്ത ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു. നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ പേര് ഹക്കീം എന്ന ചെറുപ്പക്കാരനാണ്. അങ്ങനെ വിവാഹം, പെണ്ണ് കാണൽ ചടങ്ങ്, ആ ഒരു ചടങ്ങിന് വേണ്ടി ഹക്കീം വരാൻ പുറപ്പെട്ടു. കുടുംബങ്ങളുമായി അതാ ഫിദയുടെ വീട്ടിലേക്ക് അവർ കടന്നു വരികയാണ്. ഫിദ ഹക്കീമിനെ കണ്ടപാട് ഇഷ്ടപ്പെട്ടങ്ങ്. ഹക്കീമിൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും എല്ലാം നോക്കുമ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്ത ഒരുപാട് വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ വലിയ ഇഷ്ടമായി. അങ്ങനെ കുടുംബങ്ങളൊക്കെ സംസാരിച്ച്, സാധാ ഒരു നടപ്പാണല്ലോ, അവർക്ക് എന്തെങ്കിലും പരസ്പരം സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കുടുംബങ്ങൾ പറഞ്ഞു. അങ്ങനെ അടക്കപ്പെടാത്ത മുറിയിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചു. ഫിദയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഫിദ ഇവനെക്കുറിച്ച് ആ സംസാരിക്കുന്നിടയിൽ തന്നെ പല വിധത്തിലുള്ള, അങ്ങനെയാണല്ലോ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ അവർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഉണ്ടാവും ഒരാൺകുട്ടിയെക്കുറിച്ച്. അങ്ങനെ ഫിദ വലിയ ഇഷ്ടമായി. അവസാനം ഇവരുടെ സംസാരമെല്ലാം കഴിഞ്ഞു. ഈ ഹക്കീം ഒരു ചോദ്യം ഫിദയോട് ചോദിച്ചു. ആ ഒരു ചോദ്യത്തിൽ തന്നെ ഫിദ വിറച്ചുപോയി. ഹക്കീം ചോദിച്ചത്, മോളെ നീ എത്ര വരെയാണ് മദ്രസ പഠിച്ചത് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഫിദക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. കാരണം ചെറുപ്രായത്തിൽ മദ്രസനത്തിലെ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. അതിൽ വലിയൊരു കാര്യമൊന്നും ഇല്ല. ഒരു 5 വക്ത് നമസ്കാരവും പിന്നെ ചെറിയ നോമ്പ് നോക്കലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടി അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവരതത്ര വലിയ കാര്യമാക്കിയില്ല. നിസ്കരിക്കാനൊക്കെ അറിയാം ഫിദാക്ക്, എന്നാലും കാര്യമായൊന്നും മദ്രസയെക്കുറിച്ചൊന്നും പഠിച്ചില്ലായിരുന്നു.
ഹക്കീമിൻ്റെ ചോദ്യത്തിന് വിറച്ചുകൊണ്ട് ഫിദ പറഞ്ഞു, അങ്ങനെ മദ്രസ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ചെറുപ്രായത്തിൽ തന്നെ സ്കൂളിന് പ്രാധാന്യം നൽകി സ്കൂൾ പഠിക്കുമ്പോൾ മദ്രസ പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത് കേൾക്കലോട് ഹക്കീമിന് വല്ലാത്ത സങ്കടമായി. കാരണം നാം വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ജനിക്കുന്ന മക്കൾ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് പഠിക്കേണ്ടത് അത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ നിന്നാണ് എൻ്റെ മക്കൾ പഠിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഇത് അറിയില്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ആ സമയത്ത് തന്നെ അവളോട് പറഞ്ഞു, ഇത് അത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റൂല ഈ വിവാഹം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുടുംബം പിരിഞ്ഞു പോയി. ഫിദയുടെ മുഖത്ത് ചെറിയൊരു ദുഃഖം കാണുന്നുണ്ട്. അബ്ബാസ് ഹാജിക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം ഇനി ഇങ്ങനൊരു വിവാഹബന്ധം കിട്ടുകയില്ല. കാരണം അത്രയും നല്ല ചെറുപ്പക്കാരനാണ്, ദീനിയായ ചെറുപ്പക്കാരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരോടും നല്ല നിലക്ക് സഹകരിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. അപ്പം മകളുടെ മറുപടി മകളുടെ മുഖത്തു നിന്ന് വായിച്ചെടുത്ത അബ്ബാസ് ഹാജിക്ക് മനസ്സിലായി ഇതും ഫിദാക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല. കാരണം ഫിദയുടെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നില്ലല്ലോ. ഫിദയോട് അബ്ബാസ് ഹാജി പറഞ്ഞു, ഈ വിവാഹം മുടക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വലിയ അപകടമാണ്. ഇങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ കിട്ടാൻ സാധ്യത കുറവാണ്. മോൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. മോളെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇഷ്ടമായിട്ടില്ല എന്ന്. ഇത് മുടക്കരുത്, ഇത് അള്ളാഹു തന്ന അനുഗ്രഹമാണ് എന്ന് മോളോട് പറഞ്ഞു. മോൾ കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നത്, കാര്യം പറയാമെന്ന് പറയുമ്പോൾ ഫിദ പറഞ്ഞത്, എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി, അയാൾക്ക് എന്നെ ഇഷ്ടമായില്ല. എന്തെന്ന് ചോദിച്ചു. മദ്രസ ഇതുവരെ എന്ന് പഠിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ മദ്രസ ഞാൻ കാര്യമായി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വിവാഹം അങ്ങ് നടക്കൂല എന്ന് പറഞ്ഞു. പെട്ടെന്ന് തീരുമാനിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്കിത് സങ്കടമായി. മദ്രസ പഠിക്കാത്തതിൻ്റെ ആ നഷ്ടബോധം എന്നെ വല്ലാണ്ട് അലട്ടി എന്ന് ഫിദമോൾ പറഞ്ഞു. വാപ്പാക്കും സങ്കടമായി. തൻ്റെ കുറ്റബോധം വല്ലാത്ത, അത് താങ്ങാൻ പറ്റാത്ത, കാരണം ഇത്രയും മനോഹരമായൊരു കുടുംബം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ അബ്ബാസ് ഹാജിക്ക് വല്ലാത്ത സങ്കടമായി. അബ്ബാസ് ഹാജി ആ കുടുംബത്തിന് പെട്ടെന്ന് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും എൻ്റെ പൊന്നുമകൾക്ക് നിങ്ങൾ 1 വർഷം അവസരം തരുകയാണെങ്കിൽ, അവൾ നല്ല മിടുക്കിയാണ്, അവളെ നല്ല പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് നന്നായി പഠിപ്പിച്ച് ഞാൻ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കാം, നിങ്ങൾ ഈ വിവാഹം മുടക്കരുത്. ഫിദാക്ക് വല്ലാണ്ട് വാശിയായി. എനിക്കിത്രയും സൗന്ദര്യമുള്ള എല്ലാമുള്ള എന്നെ ഈ ചെറിയ ഒരു മദ്രസയുടെ കാര്യത്തിൽ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിച്ച് മഹറണയും എന്ന് വല്ലാത്ത വാശിയോടുകൂടി മദ്രസ പഠിക്കാൻ, ഓൺലൈനിൽ മദ്രസ പഠിക്കാൻ വേണ്ടി ഫിദ തീരുമാനമെടുത്തു. അതിനുവേണ്ടി ഫിദ ഒരുങ്ങി. പഠിക്കലോടുകൂടി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ്, ദീനിയായ ബോധങ്ങൾ ആ ഫിദയിലുണ്ടായിരുന്നു. ഒരു നല്ല സ്വാലിഹത്തായ പെണ്ണായി 1 വർഷത്തോളം ഇങ്ങനെ ജീവിതത്തിൽ ആ കുടുംബം പറഞ്ഞു, 1 വർഷത്തോളം കാക്കാൻ നാം തയ്യാറാണ്. നിങ്ങൾക്ക് മകൾക്ക് കൃത്യമായി നിങ്ങൾ ദീനിയായ ബോധം നൽകുകയാണെങ്കിൽ നാം അതിന് തയ്യാറാണ്. കാരണം മകളെ വല്ലാണ്ട് ഹക്കീമിന് ഇഷ്ടപ്പെട്ടിരുന്നു. സൗന്ദര്യത്തിൻ്റെ നിരകുടമായ ഫിദ എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ മദ്രസയുടെ ഒരു കാര്യത്തിന്, സൗന്ദര്യത്തിന് മാത്രം പ്രാധാന്യം നൽകിയാൽ എൻ്റെ കുടുംബവും എൻ്റെ മക്കളുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് ഹക്കീമിന് കൃത്യമായി അറിയാമായിരുന്നു. വിശുദ്ധ ഹദീസുൽ ഫദ്ഫർ ബി ദാത്തി ദീൻ, ദീനുള്ളവളെ കൊണ്ട് നീ വിജയിക്കണമെന്നല്ല പറഞ്ഞത്. അവസാനം ആ കുടുംബം, ഹക്കീമിൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം പെണ്ണ് കാണൽ ചടങ്ങാണ്. വീണ്ടും ഹക്കീം പെണ്ണ് കാണാൻ വന്നു. ഫിദയുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ്. നല്ല ഫർദൊക്കെ ധരിച്ച് വളരെ മനോഹരമായിരുന്നു ഫിദ. ആ കാണുമ്പോൾ തന്നെ ഹക്കീമിന് വല്ലാണ്ട് സന്തോഷമായി. ഹക്കീം അവർ പരസ്പരം സംസാരിച്ചു. ഫിദയുടെ ജീവിതത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചൊക്കെ ഹക്കീം വളരെ കൃത്യമായി അഭിനന്ദിച്ചു. ഹക്കീമിനോട് ഫിദ ഒരു കാര്യം പറഞ്ഞു. ഹക്കീം വല്ലാണ്ട് സന്തോഷിച്ചു. ആ കാര്യം ഹക്കീമിന് മറക്കാൻ പറ്റാത്തതായി. നമ്മുടെ വിവാഹത്തിൻ മഹർ നിങ്ങൾ എനിക്ക്
തരേണ്ടത് പരിശുദ്ധമായ ഖുർആനാണ് എന്ന് പറഞ്ഞു. ഹക്കീമിൻ്റെ ജീവിതം വലിയ റാഹത്തായി. നമ്മുടെ പൊന്നുമക്കൾക്ക് മദ്രസ ഒക്കെ കൃത്യമായി പഠിപ്പിക്കുക. തീർച്ചയായും ഒരു സ്വാലിഹത്തായ ഒരു ഭർത്താവ് കിട്ടണമെങ്കിൽ ആ സ്വാലിഹായ ഭർത്താവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. എനിക്ക് ജനിക്കുന്ന മക്കൾ, ആ മക്കളുടെ ഭാവി അതാരായിരിക്കണം അല്ലേ? വിത്ത് ഇടുന്ന സ്ഥലം വളരെ മനോഹരമായിരിക്കണം അല്ലേ? മണ്ണ് വളരെ നല്ല മണ്ണാണെങ്കിൽ നല്ല നിലയ്ക്ക് കൃഷി മുളക്കും. പാരക്കല്ലിൻ്റെ മുകളിൽ വിത്തിട്ടാൽ അതിൽ ഒരു ഫലവും ഉണ്ടാവില്ല. അള്ളാഹു എല്ലാവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിനും റാഹത്തിനുമാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കഥ നിങ്ങളൊക്കെ വായിച്ചവരായിരിക്കാം. ഇത് വല്ലാണ്ട് ചിന്തിപ്പിക്കുകയും ഒരുപാട് ഗുണപാഠങ്ങളുള്ള കഥകളാണ് എന്നതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.